ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റുകളാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ടൈമിലാണ് ന്യൂസിലൻഡിലേക്ക് വരണേന്നുള്ളത് അറിയാൻ പറ്റൂലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ വിന്റർ ടൈമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വിന്ററിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഡ്രസ്സുകളായിരിക്കണം കൂടുതൽ കൊണ്ടുവരേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ സമ്മറിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഷൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് തെർമൽസ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു 2 ജോഡി തെർമൽസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മസ്റ്റ് ആയിട്ടും കരുതേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ലോഷൻസ് ആണ്. ലോഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മോയ്സ്ചറൈസർ കാര്യങ്ങൾ വേണം. ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് ഒരു സൺഗ്ലാസ് ആണ്. അടുത്തത് മെഡിസിൻസ് ആണ്. ഇനി ഒരു കാര്യം നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ക്യാബിൻ ബാഗിൽ 100 ml മേലെയുള്ള ഓരോ ഐറ്റംസും വെക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്ലവേഴ്സ്, അതൊന്നും നമ്മുടെ ന്യൂസിലൻഡിന്റെ ഇമിഗ്രേഷൻ നമുക്ക് അലൗ ചെയ്യുന്നില്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. ഒരു അഡീഷണൽ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെയാണോ ഐറ്റംസ് ആണോ നമ്മൾ ഓരോ ബാഗിലും മെൻഷൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ വെച്ചേക്കുന്നതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരു ചെറിയ ഫോൺ ബുക്കിലോ ഫോൺ നമ്പറൊക്കെ എഴുതുന്ന ചെറിയ ബുക്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡയറിയിലോ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഏത് നാട്ടിൽ നിന്നാണെങ്കിലും ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ ഒരു ഡിക്ലറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അത് നമ്മൾ ഈവൻ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ടൈമിൽ ഫിസിക്കലായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറിയിട്ട് ഈ ഡിക്ലറേഷൻ ഫോം ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ ബാഗൊക്കെ പാക്ക് ചെയ്ത് ന്യൂസിലൻഡിലേക്ക് വരാനിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടി എൻഷുർ ചെയ്യുക.